മുഖ്യമന്ത്രിയെ നമുക്ക് ആ സ്ക്രീനിൽ കാണാം. ഇപ്പോൾ ബാങ്കർ സമിതി യോഗം വയനാടിന്റെ പൊതുവായ കാര്യങ്ങൾ എടുത്തു കാണിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് കൂടുതലായി പറയേണ്ടതായിട്ടില്ല എന്നാണ് തോന്നുന്നത്. നമ്മുടെ ദുരന്തങ്ങളുടെ പട്ടികയിൽ തന്നെ അപൂർവമായ ഒന്നായിട്ടാണ് ഇത് മാറിയിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി സംഭവിച്ച കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു പ്രദേശം മുഴുവൻ ഏറെക്കുറെ ഇല്ലാതാവും. അവിടെ ജീവിച്ചിരുന്നവരാണ് കുറയിക്കൊണ്ടിരിക്കുമ്പോൾ ഇല്ലാതാകുന്ന അവസ്ഥ വന്നു. മരണം ചിലത് കുടുംബമാകെ മരണപ്പെട്ടു പോകുന്ന അവസ്ഥയാണ് ഉണ്ടായി. ഇതൊരു ഭാഗം. വേറൊരു ഭാഗം അവിടെ നല്ല രീതിയിൽ കാർഷിക വൃത്തി നടക്കുന്നുണ്ടായി. വയനാട് ഒരു കാർഷിക ഭൂമിയാണ്. ആ ഭൂമിയുടെ സ്വഭാവം തന്നെ മാറ്റിക്കളഞ്ഞു. അവിടെ ഈ ലാൻഡ് സ്ലൈഡിന്റെ ഭാഗമായി മണ്ണടക്കി എന്നുള്ളത് മാത്രമല്ല, നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതിനപ്പുറം വലുപ്പമുള്ള പാറകൾ ഇളകി വന്നിരിക്കുക. ഇതിനെക്കുറിച്ച് പഠിക്കുന്ന വിദഗ്ധ സംഘം റിപ്പോർട്ട് ഇപ്പോൾ നൽകി കഴിഞ്ഞിട്ടില്ലെങ്കിലും അവര് പ്രതികരിച്ചതായി മാധ്യമങ്ങളിൽ വന്നിട്ടുള്ളത് ഇവിടെ തുടർവാസം പറ്റില്ല എന്നുള്ളതാണ്. തുടർന്ന് അവിടെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇതാണ് ഇതിന്റെ ഭാഗമായി സംഭവിച്ചിട്ടുള്ളത്. ഇതില് ഓരോ കുടുംബവും കർഷക എന്നതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള വായ്പകൾ നിങ്ങൾ ഓരോ സ്ഥാപനത്തിൽ നിന്നും എടുത്തിട്ടുണ്ടാവും. ചിലപ്പോ വീട് നിർമ്മിക്കാനാകാം. നിർമ്മിച്ച വീട് നല്ല പുതിയ വീടായി നിൽക്കുമ്പോൾ തന്നെ ആ വീടേ ഇല്ലാതായിരിക്കുകയാണ് അവിടെ. വീടുമായി ബന്ധപ്പെട്ട വായ്പകൾ എടുത്തവർ കാണും. വാഹനങ്ങൾ വാങ്ങുന്നതിന് വായ്പ എടുത്തവർ കാണും. വാഹനം വാങ്ങി പുതിയ വാഹനം വീട്ടിന് മുന്നിൽ കൊണ്ടുവച്ചു. അത് പൂർണ്ണമായി തകർന്ന അവസ്ഥയിൽ പിന്നീട് കണ്ടെത്തുന്ന അവസ്ഥയുണ്ട്. ജീവൻ നഷ്ടപ്പെടുന്നതിനേക്കാളും വലുതല്ല വാഹനം നഷ്ടപ്പെടുന്നത്. ഇത് ഉള്ള നഷ്ടത്തിന്റെ കാര്യങ്ങൾ പറയുന്നത് മാത്രമല്ല. അതേപോലെ തന്നെ കൃഷിക്കാരായതുകൊണ്ട് കാർഷിക വൃത്തിയുടെ ഭാഗമാണല്ലോ കന്നുകാലി പരിപാലനം. ഈ പശുക്കളും മറ്റും ലഭിക്കുന്നതിന് വേണ്ടി വായ്പ ചിലപ്പോൾ എടുത്തിട്ടുണ്ടാവും. അതില് വലിയ തോതിൽ ഈ മൃഗനാശം സംഭവിച്ചിരിക്കുക. വളർത്തു മൃഗങ്ങള് വലിയ തോതിൽ അപകടത്തിൽപ്പെട്ടു. കൃഷിക്ക് വേണ്ടിയുള്ള വിവിധ വായ്പകളുണ്ടാകും. ആ വായ്പ എടുത്തവരുടെ ജീവിച്ചിരിപ്പില്ല. രക്ഷപ്പെട്ടവരുണ്ടെങ്കിൽ ഈ സ്ഥലത്ത് കൃഷി നടത്താനും പറ്റാത്ത അവസ്ഥ.
ഇങ്ങനെയുള്ള ഒരുപാട് വായ്പകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് അവിടെ കിടക്കുന്നത്. റിഹാബിലിറ്റേഷന്റെ കാര്യം ആലോചിക്കുമ്പോൾ നമ്മളതിനെ മാതൃകാപരമായി പുനർജീവിപ്പിക്കുകയാണ് ഉദ്ദേശിക്കുന്നത്. അതിനെല്ലാവരും സഹായം വാഗ്ദത്തം ചെയ്യുന്നുണ്ട്. നല്ല സഹകരണവും പിന്തുണയും വാഗ്ദാനിക്കുന്നുണ്ട്. രാജ്യവും ലോകവും ഒക്കെ ഈ കാര്യത്തിൽ കേരളത്തോടൊപ്പം നിൽക്കുന്നു. SLPCയും അതുമായി സഹകരിക്കുന്ന കാര്യം ഇവിടെ പറഞ്ഞു. അതിലെല്ലാം ഞാൻ പ്രധാനമായി തോന്നുന്നു, ഈ ഹതഭാഗ്യരെടുത്ത വായ്പകൾ, നിങ്ങൾ ഓരോ സ്ഥാപനവും കൊടുത്ത വായ്പയുടെ വളരെ വളരെ ചെറിയൊരു ഭാഗമായിരിക്കും. ദുരന്തം വലുതാണെങ്കിലും ദുരന്തം ഏറ്റ പ്രദേശം ഒരു ചെറിയ ഭൂപ്രദേശമാണ്. ആ പ്രദേശത്തുള്ള വായ്പയുമായി ബന്ധപ്പെട്ടതാണ് ഇപ്പൊ നാം ചർച്ച ചെയ്യുന്ന കാര്യം. അപ്പൊ അവർക്ക് അത് തിരിച്ചടക്കാൻ കഴിയാത്ത അവസ്ഥയിൽ, അപ്പൊ അതിലൊരു മാതൃകാപരമായ നിലപാടെടുക്കേണ്ടതായിരുന്നു. സാധാരണ ബാങ്കുകൾ സ്വീകരിക്കുന്ന കടത്തിന്റെ അവധി നീട്ടിക്കൊടുക്കലോ പലിശയിൽ ഇളവ് കൊടുക്കലോ ഒന്നും പരിഹാരമാവില്ല. ഇവിടെ വായ്പ എടുത്തവര് പലരും ഇല്ലാതായിരിക്കും. ആ ഭൂമിയിൽ ഇനി ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കും. അപ്പൊ ആകെ ചെയ്യാവുന്ന കാര്യം ആ പ്രദേശത്തുള്ള വായ്പ ആകെ എഴുതിത്തള്ളുക എന്നുള്ളതാണ്. എഴുതിത്തള്ളുമ്പോ സാധാരണ ബാങ്കുകൾ സ്വീകരിക്കുന്ന നിലപാടുണ്ട്. അത് സർക്കാർ നൽകുക എന്നുള്ളതാണ്. ഇതിൽ ആ നില സ്വീകരിക്കാൻ പാടില്ല എന്നാണ് എന്റെ നിർദ്ദേശം. കാരണം ഇത് നിങ്ങളെ കൂട്ടത്തിലുള്ള ഒരു ബാങ്കിനും താങ്ങാനാവാത്തതല്ല. കാരണം വളരെ ചെറിയൊരു എമൗണ്ട് മാത്രമേ നിങ്ങളുടെ ആകെ ഇടപാടുകളുമായി ബന്ധപ്പെട്ടാൽ ഇവിടെ വരുന്നുള്ളൂ. അപ്പൊ അത് ഏതൊരു ബാങ്കിനും താങ്ങാവുന്നതേ ഉണ്ടാവും. അതിലൊരു മാതൃകാപരമായ നിലപാട് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് എടുത്തിട്ടുണ്ട്. ആരും ആവശ്യപ്പെട്ടിട്ടല്ല, അവർ സ്വയമേവ അത് എഴുതിത്തള്ളാൻ തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാവരും അത് മാതൃകയായിട്ട് കാണുന്നു. അപ്പോ SLPC പൊതുവിൽ അതിനൊരു തീരുമാനമെടുക്കുകയും റിസർവ് ബാങ്കിന്റെയും നബാർഡിന്റെയും മറ്റും ഉത്തരവാദപ്പെട്ടവരിൽ പങ്കെടുക്കുന്നുണ്ട്. ഏതെല്ലാം തലങ്ങളിലാണോ അനുമതി വാങ്ങേണ്ടത് ആ അനുമതി വാങ്ങിക്കൊണ്ട് ഈ പ്രദേശത്തെ കടം പൂർണ്ണമായി ഓരോ ബാങ്കും എഴുതിത്തള്ളുന്ന നിലപാട് സ്വീകരിക്കുക. അത് നിങ്ങളുടെ ആകെ ബാധ്യതയായിട്ട് വരുന്നത് ദശാംശ കണക്കിൽ മാത്രമായിരിക്കും. വളരെ ചെറിയ ബാധ്യത മാത്രമേ ഇത് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമല്ല. ഈ നിലയിൽ നമുക്ക് ആലോചിക്കാൻ കഴിയും. ഇവിടെ ഉണ്ടായൊരു അനുഭവമുണ്ട്. ഇന്ന് ഒരു ബാങ്കിന് മുന്നിൽ വയനാട്ടിൽ പ്രതിഷേധം നടക്കുന്നുണ്ട്. ഞങ്ങള് ആദ്യഘട്ടത്തില് ഈ ജീവിച്ചിരിക്കുന്നവർക്ക് ക്യാമ്പിലൊക്കെ കഴിയുന്നവര് അവർക്കൊരു ചെറിയ സഹായം എന്ന നിലക്ക് 10,000 രൂപ കൊടുക്കുക. ആകെ സഹായമല്ല, അത് ആദ്യഘട്ടത്തിലുള്ള ഒരു എന്തെങ്കിലും ചില കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ
അവർക്ക് അവരുടേതായ കയ്യിൽ ഒന്നും ഇല്ലാലോ, കയ്യിലൊന്നും ഇല്ലാലോ, ഒരു വസ്തു കയ്യിൽ ഇല്ലാത്തവരാണല്ലോ. അപ്പോൾ 10,000 രൂപ കയ്യിൽ ഇരിക്കട്ടെ എന്നുള്ളൊരു മട്ടിലാണ് സർക്കാർ അതെടുത്തത്. ആ 10,000 കയ്യിലെല്ലാവരും കൊടുക്കുക. നിങ്ങൾ മുഖേനയാണല്ലോ, നിങ്ങൾ ഓരോ സ്ഥാപനവും മുഖേനയാണല്ലോ കൊടുക്കുക. അവിടെ ഗ്രാമീൺ ബാങ്കിന്റെ കയ്യിൽ എത്തിയപ്പോ അവര് ഇപ്പൊ എ എന്ന് പറയുന്ന ആൾക്കാണ് ഇത് കിട്ടേണ്ടതെങ്കിൽ ആ എയുടെ ബാധ്യത എവിടെ ഉണ്ടെങ്കിൽ അതങ്ങോട്ട് ഇടക്കുക. ഞാനതിനെ കുറച്ച് വേറെ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. നമ്മൾ ആലോചിക്കേണ്ട കാര്യം ഇതുപോലൊരു ഘട്ടത്തിൽ യാന്ത്രികമായി മാറാൻ ഒരു കാരണവശാലും പാടില്ല. അത് യാന്ത്രികമായ സമീപനത്തിന്റെ ഭാഗമായി സംഭവിച്ചതാണെന്നാണ് തോന്നുന്നത്. അപ്പോ നല്ല രീതിയിൽ നേരത്തെ SLGCയുടെ പങ്കിനെ കുറിച്ച് പറയുമ്പോൾ പ്രകടിപ്പിച്ച വികാരത്തിന്റെ ഭാഗമായി തന്നെ നിന്നുകൊണ്ട് ഈ ഒരു ഭാഗം കടം, ആ പ്രദേശത്തുള്ള കടം പൂർണ്ണമായി എഴുതിത്തള്ളുന്ന നിലപാട് സ്വീകരിക്കണം എന്നുള്ളതാണ് എനിക്ക് പ്രധാനമായും നിർദ്ദേശിക്കാനുള്ളത്. മറ്റു കാര്യങ്ങൾ നമുക്ക് സഹകരിച്ച് നീങ്ങാം. അതായത് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യാൻ സന്നദ്ധരായിട്ടുണ്ട്. ആ കാര്യങ്ങൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ നടപ്പാക്കാനാവും. ഇനി അങ്ങോട്ടുള്ള അവരുടെ ശേഷിക്കുന്നവരുടെ ജീവിതം ഭദ്രമാക്കാനുള്ള നടപടി നമുക്ക് സ്വീകരിച്ചു പോകാം. ഇതാണ് വളരെ ചുരുക്കത്തിൽ നിങ്ങളുടെ മുന്നിൽ എനിക്ക് വെക്കാനുള്ള അഭ്യർത്ഥന. ഇത് അംഗീകരിച്ചു കിട്ടുന്നതിന് SLGC എന്ന നിലക്കും ഇവിടെ പങ്കെടുക്കുന്ന റിസർവ് ബാങ്കിന്റെയും നബാർഡിന്റെയും പ്രതിനിധികളെന്ന നിലക്കും ആവശ്യമായ എല്ലാ ഇടപെടലും നടത്തണമെന്നുകൂടിയാണ് എനിക്ക് അഭ്യർത്ഥിക്കാറുള്ളത്. ഇത്രയും എനിക്ക് പറയാൻ. നമസ്കാരം. തിരുവനന്തപുരത്ത് നടക്കുന്ന ബാങ്കേഴ്സ് സമിതി യോഗത്തെ അഭിസംബോധന ചെയ്ത് മുഖ്യമന്ത്രി സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം പ്രധാനപ്പെട്ട ഒരു കാര്യം നിർദ്ദേശമായി മുന്നോട്ട് വെച്ചിരിക്കുന്നു സർക്കാരിൻ്റെ. അതായത് ഈ ദുരന്ത ബാധിതരുടെ മുഴുവൻ കടങ്ങളും വായ്പകളും എഴുതിത്തള്ളണം എന്ന നിർദ്ദേശമാണ് അദ്ദേഹം ബാങ്കുകൾക്ക് മുന്നിൽ വെച്ചിരിക്കുന്നത്. അതിന് കേരള ബാങ്കിനെ മാതൃകയാക്കണം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേരള സർവീസ് സഹകരണ ബാങ്ക്, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഇതിനോടകം തന്നെ വായ്പകൾ എഴുതിത്തള്ളാൻ തീരുമാനിച്ചിട്ടുണ്ട്. വളരെ ചെറിയ തുക മാത്രം, ബാങ്കുകൾക്ക് താങ്ങാവുന്ന തുകയെ ഇതിൽ നഷ്ടമായി വരികയുള്ളൂ. അതിൻ്റെ ബാധ്യത സർക്കാർ വഹിക്കുന്നതല്ല എന്ന നിലപാട് വ്യക്തമാക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തത്. ഏറ്റവും വലിയ ദുരന്തമായിരുന്നെങ്കിൽ പോലും അതൊരു ചെറിയ പ്രദേശത്തെയാണ് ബാധിച്ചിട്ടുള്ളത്. ഒന്നും കയ്യിലില്ലാത്ത ആളുകളാണ് അവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ വായ്പകൾ, അവരുടെ കടങ്ങൾ പൂർണ്ണമായി എഴുതിത്തള്ളണം എന്ന സുപ്രധാനമായ നിർദ്ദേശം കേരള ബാങ്കേഴ്സ് സമിതി യോഗം തിരുവനന്തപുരത്ത് നടക്കുമ്പോൾ അതിൽ മുഖ്യമന്ത്രി അവതരിപ്പിച്ചിരിക്കുന്നു. ഈ കാര്യത്തിൽ ബാങ്കുകൾ ഉചിതമായ തീരുമാനം എടുക്കണം, അതിനാവശ്യമായ നടപടികളിലേക്ക് കടക്കണം എന്നതാണ് സർക്കാരിന് പറയാനുള്ളത് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ദുരന്ത ബാധിതരുടെ മുഴുവൻ കടങ്ങളും വായ്പകളും എഴുതിത്തള്ളണം എന്ന നിർദ്ദേശമാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഈ കാര്യത്തിൽ ബാങ്കുകളിൽ നിന്ന് അനുകൂലമായ ഒരു സമീപനം പ്രതീക്ഷിക്കുന്നുണ്ടെന്നും കേരള ബാങ്കിനെ ഈ കാര്യത്തിൽ മാതൃകയാക്കണമെന്നുമാണ് പറഞ്ഞത്. സാധാരണ നിലയിൽ ഇതിൽ മൊറട്ടോറിയം പ്രഖ്യാപിക്കുകയോ അല്ലെങ്കിൽ സമയം നീട്ടി നൽകലോ ആണ് ബാങ്കുകൾ ചെയ്യാറുള്ളത്. അത് പോരാ, വായ്പകൾ എഴുതിത്തള്ളുക എന്നതാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശമെന്ന് അസന്നിഗ്ധമായി മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നു.